ഹരേ കൃഷ്ണ. അധ്യാത്മരാമായണത്തിലെ ഭരതവിലാപത്തിലെ ഏതാനും ഭാഗങ്ങളാണ്. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രവേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത മഹാപാപി ജ്ഞാനഹോ. ഇവിടെ ഭരതകുമാരൻ അമ്മയായ കൈകേയിയോട് പറയുന്ന വാക്കുകളാണത്. അതായത് ശ്രീരാമദേവനെ വനവാസത്തിനയച്ചെന്നും ഭരതാ മകനെ നിന്നെ രാജാവാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നും പറയുമ്പോൾ ക്രോധാഗ്നി കൊണ്ട് അമ്മയെ തന്നെ ദഹിപ്പിച്ച് കളയാവുന്ന അത്രത്തുള്ള ക്രോധമുണ്ട് ഭരതൻ അമ്മയോട് പറയുന്നതാണ്. അമ്മേ, നിങ്ങളാണ് എൻ്റെ അച്ഛനായ, അതായത് ഭർത്താവിനെ കൊന്ന പാപിയാണ് നിങ്ങൾ. മഹാഘോരേ നിസ്ത്രവേ നിർദ്ദയേ ദയയില്ലാത്തവളെ ദുഷ്ടേ, നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഉത്ഭവിച്ച ഞാൻ എന്താണ്? പുണ്യമില്ലാത്ത മഹാപാപി ആകുന്നു. അതായത് നല്ലൊരു കാര്യം ചെയ്യുന്നതിന് പകരം പുത്രവാത്സല്യത്താൽ അന്ധനായിത്തീർന്ന ധൃതരാഷ്ട്രരെ പോലെ പുത്രവാത്സല്യത്താൽ അന്ധയായിത്തീർന്ന കൈകേയി സ്വന്തം പുത്രനേക്കാൾ ഏറെ തന്നെ സ്നേഹിച്ചിരുന്ന രാമനെ വനവാസത്തിനയക്കുകയും ഭരതനെ രാജാവാക്കണം എന്നുള്ള ദുഷ്ചിന്തയോടുകൂടി ദശരഥ മഹാരാജാവിൻ്റെ മരണത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു എന്നുള്ള അവസ്ഥയെ ഭരതൻ വളരെ വ്യക്തമായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിലും ജനങ്ങൾ അങ്ങനെയാണ്. സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടി എത്രത്തോളം താഴാൻ കഴിയുമോ അല്ലെങ്കിൽ എത്രത്തോളം ഉപദ്രവിക്കാൻ കഴിയുമോ ആ ഒരു രീതിയിൽ മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെയും അന്നത്തെയും കാലത്തെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു പാഠമാണ് ഭരതൻ്റെ ഈ വിലാപത്തിലൂടെ അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് പറയുന്ന ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരേ കൃഷ്ണ.